പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഞാൻ റാസിഖ് പൊന്നാനി. പ്രവാചകന്റെ ഏറ്റവും വലിയ മോജിസത്തായിരുന്നു ഖുർആൻ. അതുപോലെ പ്രവാചകന്റെ രണ്ടാമത്തെ മോജിസത്തായിട്ട് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് ഇസ്രാ മിഅ്റാജ് യാത്രകളെ സംബന്ധിച്ചാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട്, അല്ലെങ്കിൽ രാത്രിയിൽ നിന്ന് അല്പസമയം കൊണ്ട് പ്രവാചകൻ പോയി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മാസം അല്ലെങ്കിൽ 40 ദിവസത്തെ യാത്രാദൂരമുള്ള അത്രയും ദീർഘമുണ്ട്. അതൊരൊറ്റ രാത്രി കൊണ്ട് പോയി വരാൻ എന്നുള്ളത് വളരെ അത്ഭുതം തന്നെയാണ്. അതിന് ആ ഒരു സൂറത്ത് തന്നെ ഉണ്ട്, ഇസ്രാ എന്ന് പറഞ്ഞിട്ട്. അതിൽ തന്നെ തുടങ്ങുന്നത് സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. വലിയൊരു അത്ഭുതം സംഭവിച്ചാലാണ് സുബ്ഹാനല്ലാ എന്ന് നമ്മൾ പറയാറ്. അങ്ങനെ ആ സൂറത്ത് ഇസ്രായേൽ ഈ യാത്രാപ്രയാണത്തെ പറ്റി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് പോയതിനെ പറ്റി വളരെ വിശദമായി പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് മസ്ജിദുൽ അക്സയിൽ നിന്ന് പിന്നെ മിഅ്റാജ്, ആകാശാരോഹണം, അതായത് 7 ആകാശവും കടന്ന് സിദ്റത്തുൽ മുൻതഹന്റെ അടുത്ത് എത്തിയിട്ടുള്ള അതായത് അത് സൂറത്തുൽ നജ്മിൽ അതിനെ പറ്റിയിട്ട് വിവരിച്ച് പറയുന്നുണ്ട്. ഓരോ ആകാശത്തും പ്രവാചകനെ സ്വീകരിക്കാൻ ഓരോ പ്രവാചകന്മാരും, അങ്ങനെ മൂസ നബിയെ കാണുന്നത്, ഇബ്രാഹിം നബി, ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ അവിടുന്ന് തിരിച്ചു വന്നു. ഈ വിവരം ജനങ്ങളോട് പറഞ്ഞു. പക്ഷെ ആൾക്കാർക്ക് വിശ്വസിക്കാൻ വളരെയധികം പ്രയാസം. ഇതെങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും സംഭവങ്ങൾ നടക്കുക? അങ്ങനെ ഇതിനറിയാൻ വേണ്ടി പ്രവാചകനോട് ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഒരു യാത്രാ സംഘം പോയിട്ടുണ്ടല്ലോ, അതിൽ എത്ര പേരുണ്ട്, അവർ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്, അവർ എപ്പോഴാണ് തിരിച്ചു വരിക? ഇതിനൊക്കെ പ്രവാചകൻ വളരെ കൃത്യമായി മറുപടി പറഞ്ഞു. ഈ സമയത്ത് തിരിച്ചെത്തും, അങ്ങനെയൊക്കെ പറഞ്ഞു അവർ അങ്ങനെ തിരിച്ചെത്തുകയും ചെയ്തു. പക്ഷെ എന്നാലും വിശ്വാസികൾ വിശ്വസിക്കാൻ കൂട്ടാകുകയില്ല. അവർ ഇത് വലിയൊരു സിഹിറാണെന്ന് പറഞ്ഞ് അതങ്ങനെ തള്ളുകയാണ് ചെയ്തത്. ഇതുപോലെ ഒരു സഹാബി അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഒറ്റ രാത്രി കൊണ്ട് പ്രവാചകൻ ഇങ്ങനെയൊക്കെ പോയി വന്നെന്ന് പറയുന്നു. അബൂബക്കർ ചോദിച്ചു, ഇത് പ്രവാചകൻ പറഞ്ഞതാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, പ്രവാചകൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, എങ്കിൽ ഞാൻ വിശ്വസിച്ചു. അതിനുശേഷമാണ് അബൂബക്കറിന് സിദ്ദീഖ് എന്ന ആ അപരനാമം ലഭിക്കുന്നത്. കാരണം പ്രവാചകൻ കള്ളം പറയില്ല എന്നുള്ള വ്യക്തമായ ബോധ്യം അബൂബക്കർ റളിയല്ലാഹു ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ പഠിക്കുവാനും അറിയുവാനുമെല്ലാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഹ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.